അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കളറാക്കാനായിട്ട് നല്ലൊരു അടിപൊളി കണി തന്നെയാണ് ഇന്ന് കിച്ചണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചായ വെക്കാൻ നിൽക്കുമ്പോൾ ആട്ടി വെച്ച മാവ് പുളിച്ചോന്നൊന്ന് പ്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്നിച്ച് നോക്കിയതാണ്. പ്ലേറ്റ് മാറ്റി നോക്കിയത് കൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ എനിക്കിന്ന് മൊത്തത്തിൽ പണി കിട്ടിയേനെ. അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാധാരണ ആട്ടി വെക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ആട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും കുറച്ച് നിറഞ്ഞു പോയത്. ഇന്ന് മോളെ മദ്രസയിലേക്ക് ആക്കാൻ ഞാനും മോനുമാണ് പോകുന്നത്. ഇവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് നോക്കും അവളങ്ങനെ പള്ളിയിലേക്ക് കയറി പോകും. പിന്നെ ഞാനിങ്ങനെ നടന്ന് വരുന്ന വഴിയിൽ മൊത്തത്തിൽ പച്ചപ്പായിട്ടുണ്ട്. ഈ ഭാഗം മൊത്തം നമ്മുടെ നാട്ടിൻപുറം ആ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കാലത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പാടവും വരമ്പും ഒക്കെ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കാലത്തും അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ നല്ല രസമാണ് ഇവിടെ പുറത്തൊക്കെ നിൽക്കാനായിട്ട്. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. മോനെ ഇക്കാൻ്റെ കൊടുത്തിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. മാവിൻ്റെ കാര്യം ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ മോളെ മദ്രസയിലേക്ക് വിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എയർ ബബിൾസ് കളഞ്ഞിട്ടാണ് വെച്ചതെന്നുണ്ടെങ്കിലും പിന്നെയും ആൾ പൊന്തി വന്നിട്ടുണ്ട്. വീണ്ടും ഭാഗ്യം തുളുമ്പി പോവാതിരുന്നത്. ഇനിയും മാവ് അങ്ങനെ വെച്ചാൽ ശരിയാവില്ല. വേഗം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും മാവ് ആട്ടി വെച്ച ദിവസങ്ങളിൽ ഫസ്റ്റത്തെ ദിവസം ഇഡ്ഡലി ആയിരിക്കും, പിന്നെ സെക്കൻഡ് ഡേ ആയിരിക്കും ദോശയോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറ്. ദോശ തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാക്കുക. അപ്പം ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കലില്ല. പിന്നെ 2 ദിവസത്തേക്കായി മാത്രമായിട്ട് ആട്ടി വെക്കാറുള്ളൂ. അങ്ങനെ വേഗം ഇഡ്ഡലി സ്റ്റീമറിൽ വെള്ളമൊക്കെ ആയി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഓരോ തട്ടിലായിട്ട് ഇഡ്ഡലിയൊക്കെ ആക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നല്ല ഒട്ടിപ്പിടിക്കും, കിട്ടില്ല. എണ്ണ സ്പ്രെഡ് ചെയ്താൽ പോലും ചില സമയത്ത് കിട്ടുന്നില്ല. ചില സമയത്ത് സ്മൂത്തായിട്ട് വന്നോളും. ചിലപ്പോൾ മാവ് ഒരുപാട് സോഫ്റ്റ് ആവുമ്പോൾ ഒരുപാട് അധികം പിടിച്ച് നിൽക്കാറുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലാതെ എപ്പോഴും ഞാൻ ഒരുപാട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനിത് ആദ്യം പറയുന്നതായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നല്ല റെസ്പോണ്ടിങ് ആണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ കമൻറ്റും ലൈക്കും ഒക്കെ കയറിയിട്ടുണ്ട്. വ്യൂസും അത്യാവശ്യം കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. പിന്നെ കുറേ പേര് നല്ല നല്ല കമൻസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻസ് ഇടാൻ അവർക്ക് തോന്നിയത് തന്നെ അവരുടെ വലിയൊരു മനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്, പക്ഷേ ആരും അങ്ങനെ കമൻ്റ് ഇടാനോ ലൈക്ക് ഇടാനോ താല്പര്യം കാണിക്കാത്തവരായിരിക്കും കൂടുതൽ പേരും. എന്നാലും അവർക്കിടയിൽ നിന്നും ഇങ്ങനെ കമൻ്റ് ഇടാനൊക്കെ മനസ്സ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. കമൻസ് ആയിട്ട് ഒരുപാട് പേര് നല്ല നല്ല സജഷൻസൊക്കെ തരുന്നുണ്ട്. അവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യാൻ നോക്കാമെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ല. ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ചാനലൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ടും ആ ഒരു വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡും ലെവലൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. എല്ലാത്തിനും ഒരു വഴക്കം കിട്ടുമ്പോഴല്ലേ നമുക്കൊന്നെല്ലാം സെറ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഇപ്പോൾ ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡെയിലി ഞാൻ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ഷോർട്സിലായാലും ലോങ് വീഡിയോസിനായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഹാപ്പിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു 700 സബ് ഇപ്പോൾ ആയി കഴിഞ്ഞു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടം വരെയൊക്കെ എത്തും എന്നുള്ളതൊന്നും. 700 സബ്ബാണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ ചെറിയ തോതിലാണല്ലോ നമ്മൾ മുന്നോട്ട് കയറി പോവുക. ഇപ്പോൾ ഹൈ റേഞ്ചിൽ നിൽക്കുന്നവർ പോലും ചെറിയ ചെറിയ തുടക്കങ്ങൾ ഇട്ടിട്ടാവും.
അല്ലേ? അപ്പോൾ ഞാൻ വലിയ എന്തോ ആണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ്. എന്തൊക്കെ ആയാലും നമ്മുടെ ചെറിയ ചെറിയ തുടക്കങ്ങളാണ് നമ്മൾക്ക് എന്നും മുന്നേറാനുള്ള വഴിയൊരുക്കുന്നത്. അപ്പോൾ 700 സബ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ. പിന്നെ ഒരുപാട് പേര് കമൻസിൽ നല്ല നല്ല സജഷൻസ് പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അലക്കുന്നത് കൂടി ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോൻ ചെറുതായതുകൊണ്ട് ഞാൻ അലക്കി കഴിഞ്ഞത് പെട്ടെന്ന് കുളിച്ച് വരാനാണ് നോക്കുക. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എനിക്ക് ബാത്റൂമും ഫ്രഷ് ആക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു പാർട്സൊന്നും ഞാൻ ഇതുവരെയും ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഞാൻ നോക്കട്ടെ, മോനൊക്കെ കുറച്ചുകൂടി ഒന്ന് വലുതാവുമ്പോൾ ഇതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന എല്ലാ റൂട്ടീൻസും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊക്കെ നോക്കാം. ഞാനിപ്പോൾ പലതും ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പലതും മിസ്സിങ് ആണ്. ഞാനൊരു പണി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അടുത്ത പണി കൂടി ചെയ്യുന്നുണ്ടാവും. ഞാൻ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ ഫോണും കൊണ്ട് നടക്കുന്നത് നമുക്ക് എക്സ്ട്രാ ടൈം പോവാണ്, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പലതും സ്കിപ്പ് ചെയ്തിട്ട് ചില ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത് കേട്ടോ. ആ കമൻ്റ് ഇട്ട ആൾ എന്തായാലും ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് നല്ലൊരു ഐഡിയ തന്നെയാണ്. എനിക്കത് നല്ല ഇഷ്ടമായി നിങ്ങൾ പറഞ്ഞത് എന്തായാലും. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഹോം ഡോർ ചെയ്യുമോ എന്നുള്ളത് ഒരാൾ പുതിയൊരു സബ്സ്ക്രൈബറാണ്, ആൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ നോക്കട്ടെ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാം. എനിക്ക് ഹോം ഡോർ എടുത്തൊന്നും ശീലമില്ല. എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കിച്ചൺ ഏരിയ മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ നിന്ന് ചെയ്യുന്ന ആ ഒരു ഏരിയ മാത്രമാണ് കാണിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അതുപോലെ ക്ലീനിങ്ങിൻ്റെ സമയമാകുമ്പോൾ പല ഭാഗങ്ങളും കാണിക്കാറുണ്ട്. എന്നാലും ഹോം ഡോർ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ നോക്കട്ടെ, ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ട് പഠിച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടാൻ കാണിച്ച മനസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യാനും കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മനസ്സ് നല്ലൊരു മനസ്സ് തന്നെയാണ്. അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. എനിക്ക് മാത്രമല്ല എല്ലാവരോടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അത്രമാത്രം സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ വോയിസ് കൊടുക്കാനായിട്ടിരുന്നത്. എൻ്റെ 700 സബ് കഴിഞ്ഞു, 700 സംതിങ് ആയി. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സാണ് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് തോന്നുക. അതിനിടയിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ എന്തൊക്കെയൊക്കെയോ ചെയ്തൂലേ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി, ചട്നി റെഡിയാക്കി. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലക്കാടുകാരുടെ ഫേമസ് ആയിട്ടൊരു ചമ്മന്തി ഉണ്ട്, മുളക് ചമ്മന്തി അല്ലെങ്കിൽ ഗാന്ധി ചമ്മന്തി എന്നൊക്കെയാണ് ഈ ചമ്മന്തിൻ്റെ പേര്. അപ്പോൾ എല്ലാ തട്ടുകടകളിലും ഈ ഒരു ചമ്മന്തി ഉണ്ടാവും. പലഹാരത്തിൻ്റെ കൂടെയാണെങ്കിലും എണ്ണക്കടി ബജ്ജി ഐറ്റംസിനാണ് ഈ ഒരു ചമ്മന്തി ഏറ്റവും കൂടുതൽ പോവുക. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബജ്ജികളുടെ കൂടെയാണ് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് വഴറ്റൊന്നും ചെയ്യേണ്ട. സവോള, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 വെളുത്തുള്ളി, അതൊക്കെ ഇട്ട് മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർത്തരുത്. വെള്ളം ചേർത്തിയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ വെള്ളം ചേർത്താണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം തന്നെ ഒഴിച്ചോളൂ. അപ്പോൾ ആ സബോളൻ്റെ പച്ച കുത്തലുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ ചട്നീൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാമല്ലോ ഇഡ്ഡലി, അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി കൂടുതൽ തട്ടുകടകളിൽ നല്ല ഫേമസ് ആയിരിക്കും. ഇതില്ലാത്ത ഒരു തട്ടുകടയും ഈ ഭാഗത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിനേക്കാളും അടിപൊളിയാണ് ഈ ചമ്മന്തി. പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. അങ്ങനെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇഡ്ഡലി ആക്കി, ചമ്മന്തിയും ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിന് തൊട്ട് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്ളോഗിൽ ഞാൻ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ട് നോക്കുക.
നോക്കുക. അതിൽ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ടിപ്സും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫീഡിങ് എങ്ങനെ നിർത്താൻ പറ്റുന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക. പിന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കിച്ചൺ എല്ലാ ഭാഗവും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ സിങ്കിൽ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറേ ഇല്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കൈയൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്ത് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ കൈ കഴുകാതെയാണോ ഫുഡ് എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ സമയമായി. ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് പോകാനായിട്ട് സമയമായി, വർക്കിന് പോകാനായിട്ട് സമയമായി. അപ്പോൾ വേഗം ഇക്കാക്ക് കൊടുത്തിട്ട് ഇക്കാനെ വിട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോള് മദ്രസ വിട്ട് വന്നിട്ടാണ് ഞാനും മോളും കൂടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.